മിമിക്രി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡ് കിട്ടിയ 3 കലാകാരന്മാരെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ പ്രതിനിധി അതുല്യ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനതല സ്കൂൾ കലോത്സവം ആവേശപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം വേദി 6 നടക്കുന്നത് മിമിക്രി മത്സരമാണ്. ആ കൂട്ടത്തിൽ ഹയർ സെക്കൻഡറി മത്സരത്തിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും എ ഗ്രേഡാണ് കിട്ടിയത്. ആ കൂട്ടത്തിൽ 3 ചുണക്കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അവർ നമ്മുടെ അമൃത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത ആ സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. മോനെ പേരെന്താ? അഭിഷേക്. എവിടെ വീട്? തൃശ്ശൂരാണ്. ആദ്യമായിട്ടാണോ കലോത്സവത്തിന് വരുന്നത്? സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സ്റ്റേറ്റിൽ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ എ ഗ്രേഡ് കിട്ടിയിട്ടാണ് പോകുന്നത്. അതിന് സന്തോഷമില്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഞാൻ പൂരത്തിന്റെ വെടിക്കെട്ട് കാണിച്ചു. ഇതിപ്പോ എങ്ങനെയുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തൃശ്ശൂർക്കാരനാവുമ്പോൾ ഒരു പൂരം വേണം. നന്നായിട്ട് ചെയ്തു കേട്ടോ. വേറെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ്? വേറെ ഈ അടുത്ത് വയറിലാസ്കാന്റെ സൗണ്ട്. ഭാസ്കര, എല്ലാവർക്കും എന്താ വേണ്ടച്ച കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ അങ്ങനെ എന്താച്ചാ പോരട്ടെ. എല്ലാവരും അടിച്ച് കയറി വാ. പിള്ളേരൊക്കെ ട്രെൻഡിനൊപ്പം പോയിട്ടാണ് മത്സര രംഗത്തേക്കൊക്കെ വരുന്നത്. എൻ്റെ പേര് ജയത്തിലക്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ജയത്തിലൊക്കെ എന്താ കൊല്ലത്തുനിന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് തരാൻ പോകും? ഞാനവിടെ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഒരു ട്രൈ ചെയ്യാം. ആദ്യം ഡ്രം സെറ്റ്, ഇത് കൂടാതെ ട്രംപറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ ഞാൻ ബീറ്റ് ബോക്സ് തന്നെ ഒരു സൗണ്ട് കോമൺ ആയിട്ട് വരും, അത് തന്നെ ബീറ്റ് ഇട്ട് ചെയ്യാം. ഇനി ഞാൻ പിന്നെ ഈ ഡ്രം സെറ്റ് ഇല്ലേ, ഞാൻ വളരെ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. ഇവിടെ നോക്കാം. ഈ സൗണ്ടൊക്കെ എവിടെ നിന്ന് വരുന്നു? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ഈ ഐഡിയ വെച്ചിട്ട് എൻ്റെ സൗണ്ട് ഒന്ന് മാറ്റി തരാൻ പറ്റും? വർഷങ്ങളോളമുള്ള പ്രാക്ടീസാണിത്. 10ാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. പിന്നെ സ്റ്റേറ്റ് കലോത്സവം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. രണ്ടുപേരും ഈ കൂട്ടത്തിൽ 2 പേർക്കും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അവർക്ക് 2 പേർക്കും തുടക്കത്തിൽ തന്നെ എ ഗ്രേഡും കിട്ടി. അതിന് നല്ല സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത ആളെയും കൂടെ നോക്കാം. പേരെന്താ? എൻ്റെ പേര് അബാൻ അഷ്റഫ്. എവിടെ വരുന്നത്? മലപ്പുറം. മോനെന്താണ് വെറൈറ്റി? മൈക്കും വരും. ഞാൻ ഇൻ്റർവ്യൂകളിലൊക്കെ ഹരമായിക്കൊണ്ടിരിക്കുകയാണ് സിനിമാടന്മാർ. അപ്പോൾ ആദ്യമായിട്ട് ഷൈൻ ടൗൺ ചാക്കൻ്റെ വോയിസ്. ഇയാളെന്താണ് ഈ പറയണേ? ഇതൊരു സിനിമയുടെ ഇൻ്റർവ്യൂ അല്ലേ? ആണോ? സിനിമയുടെ ഇൻ്റർവ്യൂ സിനിമയുടെ കാര്യമല്ലേ ചോദിക്കുക? എടോ, ബാത്റൂം ഇറങ്ങിയപ്പോൾ ബാത്റൂമിൻ്റെ കാര്യം ചോദിക്കണം. ഞാൻ ട്രോൾ ചെയ്യാതല്ല, അത് സത്യമല്ലേ? ഇനി മറ്റൊരു തരം നമ്മുടെ ബാല. ഞാൻ 1 കെട്ടോ 2 കെട്ടോ വേണ്ടി വന്ന 5 കെട്ടോ. നിങ്ങളാരും ചോദിക്കാൻ? എൻ്റെ ഇഷ്ടം, എൻ്റെ പൈസ. മനസ്സിലായ? മലയാള സിനിമയിലെ യുവതാരം ഷൈനികം. എന്താണ് സീൻ? എന്താണ് ഇയാളെന്തിനാണ് ചൂടാവണേ? പറഞ്ഞാൽ പോലെ ഇതൊന്നല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ മൂടാണ്, വേറെ വൈബാണ്. മനസ്സിലായ? ഇനി ബീറ്റ് ബോക്സിൽ നിർത്താം. பார்க்கதானே போகிறேன் அந்த காளியோட ஆட்டத்தை. ഇയാളെ കുറിച്ച് ഞാൻ കേട്ടു ആദ്യമായിട്ടല്ല, ഇത് 2ാമത്തെ എ ഗ്രേഡ് ആണോ? മൂന്നാമത്തേതാണ്. പിന്നെ വേറെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇയാളുടെ ചേച്ചിയും? എൻ്റെ ചേച്ചി കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ഞാൻ വന്നത്. കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ 5 വർഷം വിന്നറായിരുന്നു, സ്റ്റേറ്റ് വിന്നറായിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളൊപ്പം മത്സരിച്ചിട്ടും അന്ന് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച വ്യക്തിയാണ് എൻ്റെ തത. ഞങ്ങൾ രണ്ടാളും പഠിപ്പിച്ചത് എൻ്റെ ഉപ്പ കലാഭവൻ അഷ്റഫാണ്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് 3 ചുണക്കുട്ടികളെയാണ് കിട്ടിയതെന്ന് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇനിയും 3 പേരും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ ബിനുവിനോടൊപ്പം അതുല്യ മുരളി, അമൃത ന്യൂസ്.
ന്യൂസ്.